എന്ത് കഷ്ടപ്പാടിൻ്റെ ലാസ്റ്റിലും നമുക്കൊരു നല്ലതുണ്ടാവും അല്ലേ? അതാണ് ശരിക്കും നമ്മുടെ ജീവിതം എന്ന് തന്നെ ചുരുക്കത്തിൽ നമുക്ക് പറയാം. എൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ജീവിതം എന്ന് പറയുന്ന ഒരു ഭാഗ്യം പഠിച്ചോൻ തന്നിട്ടുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ നയിക്കാനായിട്ട് നല്ല മാതാപിതാക്കൾ വേണം. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പഠിച്ചവനെ പറ്റി പറഞ്ഞു തരാനും നന്മ ചെയ്യാനും എല്ലാവരും പറഞ്ഞു തരാനായിട്ട് നമുക്ക് നമ്മുടെ ഉമ്മയും ഉപ്പയും വേണം. ഞാൻ ജനിച്ച സമയത്ത് എനിക്ക് 2 കൈയും 2 കാലും മുട്ടിന് താഴേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് ഡോക്ടർ എൻ്റെ ഉപ്പാനോട് ചോദിച്ചത് കുട്ടീനെ കാണണമെന്നാണ്. ഏതൊരു പിതാവിനോടും എന്താ പറയുക, കുറെ കാലം കഴിഞ്ഞിട്ട് ആഗ്രഹിച്ചൊരു കുട്ടി ഉണ്ടായിട്ട് ഡോക്ടർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരായാലും ഒന്ന് തകർന്നു പോകും അല്ലേ? പക്ഷെ എൻ്റെ ഉപ്പാക്ക് ധൈര്യമുള്ളത് കൊണ്ട് അന്ന് ഉപ്പ പറഞ്ഞു, എൻ്റെ മോളല്ലേ, എനിക്ക് കാണണമെന്ന് പറഞ്ഞു. ശരിക്കും ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഇന്നിപ്പോൾ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ പഠിച്ചവൻ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഉമ്മയപ്പയും. അത് ഇപ്പോൾ ഇന്നത്തെ പരിപാടിയിലും എൻ്റെ കൂടെ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മയും ഉപ്പയാണ്. അപ്പം എനിക്ക് പഠിച്ചവൻ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ കയ്യിന് നീട്ടക്കുറവുണ്ടാവും, കാലിന് നീട്ടക്കുറവുണ്ടാവും. പക്ഷേ അതിലൊന്നുമല്ല കാര്യം. നമ്മുടെ മനസ്സിന് എത്രത്തോളം ശക്തിയുണ്ട്, നമ്മുടെ മനസ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിലാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. ഇപ്പം എല്ലാവരും പറയാറുണ്ട് നൂർജലീല നല്ല ഉയരങ്ങളിലെത്തി, ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളായിട്ട് ഇന്നിവിടെ എത്തി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാലം വരെ ഇപ്പം ഇങ്ങനെ പറയുന്നതിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഉണ്ടെന്ന് പറയാം. എനിക്ക് എൻ്റെ ഇത്താത്ത പഠിച്ച അതേ സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് സ്കൂളിൽ ചേർക്കാനായിട്ടുള്ള സമയത്ത് അഡ്മിഷന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് പറഞ്ഞത് 2 കാര്യമുണ്ട്. ഒന്ന്, എൻ്റെ ഇത്ത പഠിച്ച അതേ സ്കൂളിലാണ് അഡ്മിഷന് പോയത്. അതേപോലെ തന്നെ എൻ്റെ ഉപ്പ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സ്കൂളിൽ എനിക്കും അഡ്മിഷൻ തരും എന്നുള്ള പ്രതീക്ഷയോടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് എന്നെ പോലുള്ളൊരു ഭിന്നശേഷിക്കാരി ആ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും, എന്നെ എപ്പോഴും എന്തെങ്കിലും സഹായം ഒക്കെ ചെയ്ത് നടക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ തരാതെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് പഠിച്ചാൽ നമ്മൾ എത്തിക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല എന്നുള്ള കാര്യം എനിക്ക് ജീവിതം കൊണ്ട് മനസ്സിലായി. കോവിഡിൻ്റെ ഒരു 2 കൊല്ലം മുമ്പ് അതേ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് ഇനോഗ്രേഷൻ അവർ ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെയാണ് വിളിച്ചത്. അപ്പൊ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളെ തള്ളി പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ആരൊക്കെ തള്ളി പറഞ്ഞാലും നമുക്ക് വേണ്ടതും നമ്മളെ വേണ്ടതുമായിട്ടുള്ള ഒരാള് അത് പഠിച്ചവനാണ് അല്ലേ? ആ ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ